കാഞ്ഞങ്ങാട് നഗരസഭ 10-11 വാർഡ് കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി വികസന സദസ്സ് നടത്തി. ചെമ്മട്ടം വയലിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന വികസനം, ട്രെഞ്ചിങ് ഗ്രൗണ്ടിന്റെ മാതൃകാ പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്ന കാഞ്ഞങ്ങാട് നഗരസഭ 12-ാം വാർഡ് 10-11 കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി വികസന സദസ്സ് മികച്ച പങ്കാളിത്തത്തിൽ നടന്നു. ചെമ്മട്ടമൈലിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ഉദ്ഘാടനം ചെയ്തു. വയോജനാവസ്ഥയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും മികച്ച രൂപത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞങ്ങളുടെ അംഗനവാടികൾ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മുതൽ തന്നെ നമ്മുടെ അംഗനവാടികളിലെ സൗകര്യവും ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു അംഗനവാടിയുടെ കെട്ടിട ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കുകയാണ് തൊട്ടടുത്ത ദിവസം. 53 അംഗനവാടികളുണ്ട് കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം. 43 വാർഡുകൾ. ഈ 53 അംഗനവാടികളിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ, ഏറ്റവും മികച്ച കുടിവെള്ള സൗകര്യം ഉൾപ്പെടെ പ്യൂരിഫയർ വേണ്ടിയെടുത്ത് അതൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ പായ, ബെഡ് പോലെ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ അടുക്കളയിലേക്കൊക്കെ അംഗൻവാടിയിൽ പോകുന്നവർക്കറിയാം, ആവിയിൽ വേവിച്ച ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആവിപാത്രവും മിക്സിയും അതുപോലെ പ്രഷർ കുക്കറും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും സുസജ്ജമായിട്ടുള്ള, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആകർഷകമായി തോന്നുന്ന ചുവർ ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള ഒരു അംഗനവാടി. കൗൺസിലർ കെ.വി. സുശീല അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. ലത, നഗരസഭ ആസൂത്രണ സമിതി അംഗം പി.കെ. നിഷാന്ത്, കെ.വി. രതീഷ്, വിപിൻ ബല്ലത്ത്, എൻ. ഗോപി, ജയൻ ബല്ലത്ത് എന്നിവർ സംസാരിച്ചു. കൗൺസിലർ എൻ. ഇന്ദിര സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.